സോയ ചങ്ക്സിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എല്ലാവർക്കും അറിയായിരിക്കാം, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്കും പിന്നെ നമ്മളൊക്കെ കൂടുതൽ തടിയുള്ളവർക്കും ആഴ്ചയ്ക്ക് 2 ദിവസം നമ്മളിങ്ങനെ കറികൾ, പല തരത്തിലുള്ള കറികളുണ്ടല്ലോ, അത് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലതാണ്. ഷുഗറൊക്കെ കുറയാനും കൊളസ്ട്രോൾ കുറയാനും ഒക്കെ നല്ലതാണ്. എടുത്ത ശേഷം 2 നുള്ള് കറിവേപ്പിലയും കൂടി ഇടുക. അപ്പോൾ നമ്മുടെ പാലൊഴിച്ച ചങ്ക്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹായ്, ഞാൻ സുധാ മഴമേഘമാണ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് സോയ ചങ്ക്സ് കൊണ്ടുള്ള ഒരു കറിയാണ്. അപ്പം നമ്മൾക്ക് അത് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പവും ചപ്പാത്തിക്കൊപ്പവും ചോറിൻ്റെ ഒപ്പവും ഒക്കെ എല്ലാറ്റിനും നമ്മൾക്ക് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് ഞാനിവിടെ ചെയ്യാൻ പോണത്. അപ്പം നമ്മൾക്ക് അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. വരൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സോയ ചങ്ക്സ് നല്ല തിളപ്പിച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട ശേഷം അത് ചൂടാറിയ ശേഷം അതൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് 2-3 തവണ പച്ചവെള്ളം ഒഴിച്ച് നന്നായി പിഴിഞ്ഞെടുത്ത് കഴുകി വച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതിൽ തന്നെ ഇപ്പം പകുതി വെന്ത് കഴിഞ്ഞു. കണ്ടില്ലേ, ഏതാ ഇങ്ങനെ നന്നായിട്ട് അതിലേ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ടാവും. അപ്പം നമ്മൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ സവോള, ഒരു 2 പച്ചമുളക്, ഒരു തക്കാളി. സോയ ചങ്ക്സ് ഓരോരുത്തർക്കും എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് ഈ സംഭവങ്ങളൊക്കെ നമ്മൾക്ക് കൂട്ടിയെടുക്കാം, കുറച്ചെടുക്കാം. അപ്പൊ നമ്മൾക്കിതൊന്ന് കടുക് താളിച്ചിട്ട് പാചകത്തിലോട്ട് പോയാലോ? നമ്മൾക്ക് കുറച്ച് കൂടുതൽ വഴറ്റാനുള്ളത് കൊണ്ട് ഒരു 3 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ആദ്യം തന്നെ ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇനി അടുത്തതായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, 2 തുണ്ട് കറിവേപ്പില, നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് പകുതി വെന്ത് വന്നോട്ടെ, അതിനുശേഷം മറ്റുള്ള മസാലകളൊക്കെ നമുക്ക് ചേർത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതൊക്കെ നന്നായിട്ട് ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ആ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ബ്രൗൺ കളർ ആവണം. അപ്പോഴാണ് ആ കറിക്ക് ഒരു പ്രത്യേക മണവും രുചിയൊക്കെ ഉണ്ടാവുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ശകലം ഉപ്പ് കൂടെ ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾക്കിനി ഇതിലേക്ക് മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ജീരകപ്പൊടിയാണ്, പിന്നെ 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി. അപ്പോൾ അതുകൂടെ നമ്മൾക്കിതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ പച്ചമണം പോണത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾക്ക് മുളക്, കുരുമുളക് പൊടിയൊക്കെ ഇടുന്നത് ഓരോരുത്തർക്കും ഓരോ വീട്ടിൽ ഓരോ കുറച്ച് മതി, അല്ലെങ്കിൽ കൂടുതൽ വേണം എന്നുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾക്കിതിലേക്ക് ഇനി സോയ ചങ്ക് ഇട്ട് കൊടുക്കാം. നമ്മൾക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി ഈ മസാലക്കൂട്ടൊക്കെ എല്ലാവിടെയും ഒന്ന് പിടിച്ചോട്ടെ. അപ്പം നമ്മുടെ സവാളയും മസാലയും എല്ലാം മൂത്ത് വന്നതിലേക്ക് നമ്മൾ ഈ സോയ ചങ്ക്സ് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ചെറുതായിട്ട് ആ മസാലയൊക്കെ ഒന്ന് എല്ലാവിടെയും ആകണ വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സോയ ചങ്ക്സിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എല്ലാവർക്കും അറിയായിരിക്കാം, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. ഈ
ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കും പിന്നെ നമ്മളൊക്കെ കൂടുതൽ തടിയുള്ളവർക്കും ആഴ്ചയ്ക്ക് ഒരു 2 ദിവസം നമ്മളിങ്ങനെ കറികൾ, പല തരത്തിലുള്ള കറികളുണ്ടല്ലോ, അത് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലതാണ്. ഷുഗറൊക്കെ കുറയാനും കൊളസ്ട്രോൾ കുറയാനും ഒക്കെ നല്ലതാണ്. അപ്പം നമ്മുടെ മസാലക്കൂട്ടുകൾ എല്ലാറ്റിലും ഇങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതി. അപ്പം നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ശകലം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് പോരാത്തത് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾക്കിത് അടച്ച് വെച്ചിട്ട് ചെറു തീയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്നായി കിട്ടും. നമ്മൾ ചുടുവെള്ളത്തിലിട്ടത് കൊണ്ട് പകുതി മുക്കാലും അത് വെന്ത് കഴിഞ്ഞു. ഇനി ഈ മസാലക്കൂട്ടൊക്കെ ഒന്ന് തിളച്ച് അതിലൊന്ന് പിടിക്കണം. അത്ര സമയം നമ്മൾക്ക് ഈ കറിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റ് ആയിക്കോട്ടെ, നമ്മൾക്ക് അടച്ച് വെക്കാം. അപ്പം നമ്മുടെ സോയ ചങ്ക്സ് വെന്തോന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് കറിയൊക്കെ നല്ലവണ്ണം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ആ വെള്ളമൊക്കെ വറ്റിയിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇങ്ങനെ പാചകം ചെയ്യുന്ന സമയത്ത് 2 രുചിയുള്ള കറിയാക്കിയാലോ. അപ്പം നമ്മൾക്ക് പാലൊഴിക്കുന്നതിന് മുൻപ് ഈ കറി കുറച്ച് നമ്മൾക്ക് മാറ്റി വയ്ക്കാം. എടുത്ത ശേഷം 2 നുള്ള് കറിവേപ്പിലയും കൂടി ഇടുക. ഈ ആദ്യത്തെ കറി സെറ്റായല്ലോ, ഇത് നമ്മൾക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ഈ വെന്ത ചങ്ക്സിലേക്ക് നമ്മൾക്ക് ശകലം പാലൊഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലല്ല ഞാൻ എടുത്തിരിക്കുന്നത്, പശുവിൻ പാലാണ്. അപ്പം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് നന്നായിട്ട് സെറ്റായി വന്നോട്ടെ. അപ്പം നമ്മൾക്ക് ചപ്പാത്തിക്കൊപ്പം ഈ പാലൊഴിച്ച കറി സൂപ്പറായിരിക്കും. അതൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ നമ്മുടെ പാലൊഴിച്ച ചങ്ക്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്കും നമ്മൾക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ സോയ ചങ്ക്സ് കൊണ്ടുള്ള 2 രുചിയുള്ള കറി ഇവിടെ റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അതുകൂട്ടി എല്ലാവരും കഴിച്ച് നോക്കുക. അപ്പോൾ എത്ര പെട്ടെന്നാണ് കണ്ടില്ലേ ഇത് തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പം ഇവിടെ എല്ലാം സിമ്പിളാണ്.